ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റ്, അതേപോലെ തന്നെ റഷ്യ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, ഇതൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയം, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് കുവൈറ്റിലെ UN അംബാസിഡർ, കുവൈറ്റിലെ UN പെർമനൻ്റ് അംബാസിഡറിന് ഒരു അവസരം കൊടുത്തിട്ടുണ്ടായിരുന്നു UN സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ വളരെ രസകരമായിട്ട് പുള്ളി സംസാരിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ എങ്ങനെയാണോ തീവ്രവാദത്തിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത്, തീവ്രവാദത്തിനെതിരായിട്ടുള്ള നിലപാടെടുത്തിരിക്കുന്നത്, ആ നിലപാടുകളെ ശരിവെക്കുന്ന തരത്തിലാണ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ ഇന്നത്തെ സ്റ്റേറ്റ്മെൻറ്റ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഓരോ ഇസ്ലാമിക വിശ്വാസികളും കൂടി കാണേണ്ട ഒരു വീഡിയോ ആണെന്ന് ഞാൻ പറയും. കാരണം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ നിലപാട് എന്താണ് തീവ്രവാദത്തിനെതിരെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടതുണ്ട്. തീവ്രവാദം വേറെ, നോർമലായിട്ടുള്ള കോമൺ ബിലീവേഴ്സ് വേറെയാണ്. അതങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ വീഡിയോ നിങ്ങൾ കാണാൻ. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യമേ തന്നെ ഈ കുവൈറ്റിൻ്റെ അംബാസിഡർ UN പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഞാനിവിടെ വെക്കാം. ജസ്റ്റ് ഒരു ചെറിയൊരു വീഡിയോ ആണ്, അത് നിങ്ങൾ കണ്ടോളൂ. കണ്ടിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയം നമുക്ക് സംസാരിക്കാം. I ask the UN, when will you end the ritual of condemning Israel? Is it not time instead to learn from Israel how to defeat terror, defend free societies, and pursue peace? I declare open Agenda Item 7 entitled Human Rights Situation in Palestine. Israel has institutionalized a systematic regime of torture with a genocidal intent against the Palestinians. The policy of extermination, of genocide, crimes against humanity and war crimes. Occupation, settled colonial apartheid and genocide. Colonialism, oppression and apartheid. Colonization. Colonized. I now give the floor to the representative of Ingenieur du Monde. Mr. Chair, I heard the term colonizers, but who are the real colonizers? A Jewish kingdom ruled in Judea for 1,000 years. We, the Arabs, took this land. Who Arabized Egyptians, Phoenicians, Persians, and Amazighs? It was us, the Arabs. So why does the Council enshrine a lie by keeping a permanent agenda item on Palestine while ignoring the indigenous heart of Israel returning home? Let us be clear who is actually defending our sovereignty. Today, Israel is fighter for peaceful nations, freeing Gaza from Hamas and saving Iranians from the Islamic Republic. What Israel is doing to the IRGC is a gift to humanity. There are 57 Islamic countries and only one Jewish state, Israel. Despite the ongoing hateful desire to eliminate it, Israel has not only survived, it has thrived. I don't believe in miracles, but this is one. So I ask the UN, when will you end the ritual of condemning Israel? Is it not time instead to learn from Israel how to defeat terror, defend free societies, and pursue peace? UN സംസാരിച്ച വ്യക്തി കുവൈറ്റിൻ്റെ UN റെപ്രസെൻറ്റേറ്റീവാണ്, പെർമനൻ്റ് റെപ്രസെൻറ്റേറ്റീവ് ജാസിം അൽ ജുറൈദ്. ജാസിം അൽ ജുറൈദ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇസ്രായേലിനെ കുറിച്ച് പല കാലഘട്ടങ്ങളിലായിട്ട് UN കൊളനൈസർ, കൊളനൈസർ സാധാരണ നമ്മൾ ബ്രിട്ടീഷുകാരെ നോക്കി പറയുന്ന ഒരു വാക്കാണ് കൊളനൈസർ. അപ്പോൾ ഇത്തരത്തിൽ പാലസ്തീനിൽ വന്ന് കോളനൈസറാണ് ഇസ്രായേൽ എന്നുള്ള തരത്തിൽ പല വർഷങ്ങളായിട്ട് ഇവിടെ സ്റ്റേറ്റ്മെൻറ്റുകൾ പറയുന്നുണ്ട്. അതിനെ UN ശരിവെച്ച് കൊടുക്കുന്നുണ്ട്, അതിനെതിരെയുള്ള റെസൊല്യൂഷൻസ് നിരന്തരം പാസ്സാക്കുന്നുണ്ട്. ശരിക്കും ആരാണ് കോളനൈസർ? ഈ കോളനൈസേഴ്സ് ആരാണെന്നുള്ളത് വളരെ വൃത്തിയായിട്ട് കുവൈറ്റിൻ്റെ UN പെർമനൻറ്റ് റെപ്രസെൻറ്റേറ്റീവ് ജാസിം വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. ഐ ഹേർഡ് ദ ടേം കോളനൈസേഴ്സ്, ബട്ട് ഹൂ ആർ ദ റിയൽ കോളനൈസേഴ്സ്? ഈ ചോദ്യം അയാൾ അവിടെ ഉന്നയിക്കുന്നുണ്ട്, കൃത്യമായിട്ട് ഉന്നയിക്കുന്നുണ്ട്, അതിനുള്ള ഉത്തരവും അയാൾ കൊടുക്കുന്നുണ്ട്. ജൂവിഷ് കിങ്ഡം റൂൾഡ് ഇൻ ജുദേയ 1000 years. ഈ സ്റ്റേറ്റ്മെന്റുകൾ ഇത് ഗോൾഡൻ വേർഡുകളാണ്. കാരണം എന്ന് വെച്ചാൽ ഇസ്രായേൽ പാലസ്തീൻ എന്ന് പറയുന്ന ഈ യുദ്ധം തുടങ്ങിയിട്ട് വർഷങ്ങളായി, എന്നിട്ടും ഇതിനൊരു അറുതി ഉണ്ടായിട്ടില്ല. ഈ അറുതി ഉണ്ടാവാത്തത് എന്തുകൊണ്ടാണ്? അതിനൊരു പ്രധാനപ്പെട്ട കാരണം UN കൂടിയാണ്. UN വർഷങ്ങളായിട്ട് ഇത്തരത്തിലുള്ള പ്രൊപ്പഗൻഡകൾ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നുണ്ട്. ഇത് ആദ്യമേ തന്നെ ഇതിനെ കണ്ടംപ്റ്റ് ചെയ്യേണ്ടത് UN ആണ്. ഈ ചെറിയ കുറച്ച് സ്ഥലം, ഈ ഗാസ എന്ന് പറഞ്ഞ് ഇതിൽ കിടക്കുന്ന കുറച്ച് ആൾക്കാർക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു സ്ഥലം കൊടുത്ത് അവർക്ക് അവിടെ പീസ്ഫുൾ ആയിട്ട് താമസിക്കാൻ പറ്റത്തില്ലേ? എന്തിന് ഇസ്രായേലിന്റെ മൂട്ടിൽ തന്നെ കിടന്നുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കണം? കുറച്ച് സമാധാനമായിട്ട് കുറച്ച് മാറി താമസിക്കാമല്ലോ. സൈനായ് പെനിൻസുലയിൽ ഒരുപാട് സ്ഥലമുണ്ട്. ഈ ഗാസയ്ക്കും ഈ റഫ ബോർഡർ തുറന്നു കഴിഞ്ഞാൽ ഈ സൈനായ് പെനിൻസുലയ്ക്ക് പോകുന്ന ആ ഒരു റൂട്ട് ഉണ്ടല്ലോ, അതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. സെയിം ലാൻഡ് നേച്ചറാണ്. ഗാസയ്ക്കുള്ളിലും അവര് പെർമനന്റ് ആയിട്ട് ഒരു 10 വർഷം ശരിക്കും ഒരു സിവിൽ കൺസ്ട്രക്ഷൻ നടത്തിയ അപ്പാർട്ട്മെന്റുകളിലോ ബിൽഡിങ്ങുകളിലോ താമസിച്ചിട്ടില്ല. കാരണം അതിന് ഹമാസ് അനുവദിച്ചിട്ടില്ല, അതിന് ഈ IRGC റെജീം അനുവദിച്ചിട്ടില്ല, അതിന് ഹെസ്ബുള്ള അനുവദിച്ചിട്ടില്ല.
അവർക്കിടയിൽ ചെന്ന് നിരന്തരം ഈ ഹമാസ് ഇതേപോലെ തീവ്രവാദ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിച്ച് ഇസ്രായേലിനെ പ്രൊവോക്ക് ചെയ്ത് നിരന്തരം യുദ്ധം ചെയ്യുക. ഓരോ 10 വർഷം കൂടുമ്പോഴും, ഓരോ 8 വർഷം കൂടുമ്പോഴും, ഓരോ 7 വർഷം കൂടുമ്പോഴും, ഓരോ 5 വർഷം കൂടുമ്പോഴും തീവ്രവാദ പ്രവർത്തനം നടത്തി ഗാസ ജനങ്ങൾക്കായിക്കോട്ടെ, വെസ്റ്റ് ബാങ്കിലുള്ള ആൾക്കാർക്കായിക്കോട്ടെ ഒരു പെർമനന്റ് റെസിഡൻസ് എന്ന് പറഞ്ഞ ഒരു വാസസ്ഥലം അവർക്കില്ല. അവരുടെ ജീവിതത്തിൽ ആയുസിൽ പകുതി അവർ ടെന്റിനുള്ളിൽ കഴിയേണ്ട സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇപ്പോഴും അവർ ടെന്റിനുള്ളിൽ തന്നെയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. The Arabs took their land എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നത്. ഈജിപ്ഷ്യൻസ്, ഫൊനീഷ്യൻസ്, പേർഷ്യൻസ് ഇവരൊക്കെയാണ് ഈ സ്ഥലങ്ങൾ ഏറ്റെടുത്തത്. ഇവരാണ് ഇതിനെ അറബിവൽക്കരിച്ചത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് UN പറയുന്നുണ്ട്. ഇത്തരം സത്യങ്ങൾ നമ്മുടെ മുന്നിൽ നിലനിൽക്കെ എന്തുകൊണ്ടാണ് ഈ കൗൺസിൽ, UN ഈ കൗൺസിൽ തുടർച്ചയായിട്ട് ഈ കള്ളത്തരങ്ങളെ, ഈ പൊള്ളത്തരങ്ങളെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നത് എന്നാണ് പുള്ളിക്കാരൻ ചോദിച്ചു വെച്ചത്. ഇതിൽ കൂടുതൽ ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് ഫുൾ ലെങ്ത് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് വരും. പക്ഷേ ഇതാണ് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ജാസിം അൽ ജുറൈദ് പറഞ്ഞു വെച്ചത്. ഇത് തീർച്ചയായിട്ടും ഈ വിഷയം കേരളത്തിലുള്ള മീഡിയ എടുത്ത് ചർച്ച ചെയ്യാനും പോകുന്നില്ല, അവരേറെ ചെയ്യാനും പോകുന്നില്ല. കാരണം അവർക്കിത് അലർജിയാണ്. There are 57 ഇസ്ലാമിക് സ്റ്റേറ്റ്സ് ബട്ട് one and only Jewish സ്റ്റേറ്റ് എന്നുള്ള നമ്മൾ എപ്പോഴും നിരന്തരമായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ സ്റ്റേറ്റ്മെന്റ് ജാസിം അൽ ജുറൈദ് ഇന്ന് UN എടുത്ത് പറയുന്നുണ്ട്. 57 ഇസ്ലാമിക രാജ്യങ്ങൾ ചുറ്റാകെ കിടക്കുമ്പോൾ ഒരേ ഒരു ജൂയിഷ് കൺട്രി, അതാണ് ഇസ്രായേൽ, അവർക്ക് അവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ളത് വളരെ ശക്തമായി, വളരെ ഉറച്ച ഭാഷയിൽ ജാസിം അൽ ജുറൈദ് UN ശക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇനി മറ്റുള്ള വാർത്തകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഹെസ്ബുള്ളയിൽ 30 തീവ്രവാദികളെ IDF ഇന്നലെ ലെബനാന്റെ ഉള്ളിൽ എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്. തെരഞ്ഞു പിടിച്ച് ഇവർ റോക്കറ്റുകളും കൊണ്ട് പല പല മേഖലകളിലേക്ക്, കാടുകളിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നുഴഞ്ഞ് കയറി പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ഇൻഫിൽട്രേഷൻ ചെയ്ത് ഇങ്ങനെ കയറി പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് IDF ഇവരെ ടാർഗറ്റ് ചെയ്ത് പ്രിസൈസ് ആയിട്ട് അറ്റാക്ക് നടത്തി ഇവരെ എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട് 30 തീവ്രവാദികളെ. നോർത്തേൺ ഇസ്രായേലിൽ നഹാരിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഹെസ്ബുള്ളയുടെ റോക്കറ്റുകൾ വന്ന് പതിച്ചിട്ടുണ്ട്. 2 വ്യക്തികൾക്ക് സിവിയർലി ഇഞ്ചുറി ആയിട്ടുണ്ട് ഈ റോക്കറ്റ് വന്ന് പതിച്ചതിൽ. ഷാർപ്പ്നെൽസ് തെറിച്ചിട്ട് അവർ സിവിയർ ആയിട്ട് ഇഞ്ചൂർഡ് ആണ്. അതുപോലെ ഇറാന്റെ IRGC റെജിമിന്റെ വെപ്പൺ പ്രൊഡക്ഷൻ സൈറ്റുകൾ ഇസ്രായേലിൽ എയർ സ്ട്രൈക്ക് നടത്തി തകർത്ത് കളഞ്ഞിട്ടുണ്ട്. വെപ്പൺ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ബാലിസ്റ്റിക് മിസൈലുകളുമായിട്ട് ബന്ധപ്പെട്ട കാസ്റ്റിംഗ് എഞ്ചിൻസിന്റെ മിക്സിംഗ് നടക്കുന്ന സ്ഥലങ്ങളാണത്. ഫില്ലിംഗ് വാർഹെഡ്സ് വിത്ത് എക്സ്പ്ലോസീവ്സ്, മാനുഫാക്ചറിങ് ക്രിട്ടിക്കൽ കമ്പോണൻസ് ഈ ഖുദ്സ് ഫോഴ്സിന്റെ പ്രൊഡക്ഷൻ സൈറ്റാണ്. ആ പ്രൊഡക്ഷൻ സൈറ്റാണ് ഇസ്രായേൽ ടാർഗറ്റ് ചെയ്ത് ഡിസ്മാൻഡിൽ ചെയ്തിരിക്കുന്നത്. അമേരിക്കയുടെ സെൻകോം ഇറാന്റെ ഉള്ളിൽ 10,000 ലൊക്കേഷൻസ് ഡ്രോൺ വഴി ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. സിൻസ് ദ വാർ ബിഗിൻസ്, യുദ്ധം തുടങ്ങിയത് മുതൽ ഇതുവരെ 10,000 ലൊക്കേഷൻസ് ഡ്രോൺ വഴി അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അതിന്റെ വീഡിയോ ഫുട്ടേജ് അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അമേരിക്ക ഇറാഖിന്റെ ഉള്ളിലും തകൃതിയായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. ഇറാഖിന്റെ ഉള്ളിൽ കിർക്കുക്ക് എന്ന് പറഞ്ഞ ഏരിയയിൽ ഈ ഇറാന്റെ സപ്പോർട്ടീവായിട്ടുള്ള മിലീഷ്യ ഗ്രൂപ്പുകൾക്കെതിരെ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ഈ യുദ്ധം തുടങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക ഒരുപാട് ഷിപ്മെന്റുകൾ ഇസ്രായേലിലേക്ക് നടത്തിയിട്ടുണ്ട്. അതിന്റെ 200ാമത്തെ ഷിപ്മെന്റ് ഇസ്രായേലിൽ എത്തിയിട്ടുണ്ട് ഇന്നലെ. അതായത് 200ാമത്തെ ഷിപ്മെന്റ്. യുദ്ധം തുടരും, തുരുതര ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും. ഇപ്പം മിഡിൽ ഈസ്റ്റിലേക്ക് വരുന്ന മിസൈലുകളുടെ എണ്ണങ്ങളൊക്കെ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. ഡ്രോണുകളുടെ എണ്ണവും കുറഞ്ഞിട്ടുണ്ട്. ആദ്യ കാലഘട്ടങ്ങളിൽ അയച്ചുകൊണ്ടിരുന്ന അത്രയും മിസൈലുകളൊന്നും ഇപ്പം അയക്കുന്നില്ല എന്നുള്ളതാണ് പൊതുവിലുള്ള അറിവ്. അവരെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്താനുള്ള മിസൈലുകൾ മാത്രമേ അവരുടെ കയ്യിലുള്ളൂ എന്നുള്ളതാണ് പൊതുവിലുള്ള അണ്ടർസ്റ്റാൻഡിങ്. ഇറാൻ ഒരു പരിധിവരെ വീക്കൻ ആയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇറാന്റെ ഒരു പൊതു സ്വഭാവം എന്ന് പറഞ്ഞാൽ രഹസ്യ താവളങ്ങളിൽ അവരുടെ മിസൈലുകളും ആയുധങ്ങളൊക്കെ ഒളിപ്പിച്ച് വെക്കുക എന്നുള്ളത് പണ്ട് തൊട്ടേയുള്ള അവരുടെ ഒരു തന്ത്രമാണ്. അപ്പോൾ ആ തന്ത്രത്തിന്റെ ബേസിസിൽ പല ഒളിത്താവളങ്ങൾ അവർക്കുണ്ട്. ആ ഒളിത്താവളങ്ങളിൽ നിന്നും പലപ്പോഴായിട്ട് മിസൈലുകൾ പുറത്തു വരാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഇനിയും അവർ ചില നിർണായക അറ്റാക്കുകൾ നടത്തിയേക്കാം. പക്ഷെ അതിൻ്റെ അർത്ഥം ഇറാൻ പൂർണ്ണ സജ്ജമായിട്ട് ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ട് ആ റെജീമിന്റെ പവറിൽ നിലനിൽക്കുന്നു എന്നൊരു അർത്ഥമല്ല അതിനുള്ളത്. നേരെ മറിച്ച് അവരവരുടെ അവസാനത്തെ അടവും എടുത്ത് പയറ്റിക്കൊണ്ടിരിക്കുകയാണെന്ന് വേണം മനസ്സിലാക്കേണ്ടത്. IRGC ഇപ്പം 12 മുതൽ 13 വയസ്സ് പ്രായമുള്ള ആൾക്കാരെ വരെ ഹയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അവരുടെ സേനയിലേക്ക്. ഇപ്പൊ സൈന്യത്തിലേക്ക് 12 മുതൽ 13 വയസ്സിലുള്ള ആൾക്കാരെ ഇപ്പം എടുത്തു തുടങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ റെജീമിന്റെ അവസ്ഥ എന്താണെന്നുള്ളതാണ് നമ്മൾ ഇപ്പം മനസ്സിലാക്കേണ്ടത്. ഇസ്രായേലിന്റെ ഉള്ളിലേക്കാണെങ്കിൽ ഹെസ്ബുള്ള തുരുതര പല ടൈമിൽ ഓരോ 30 മിനിറ്റ്സ് കൂടുമ്പോഴും 20 റോക്കറ്റുകൾ, 10 റോക്കറ്റുകൾ, 15 റോക്കറ്റുകൾ, 30 റോക്കറ്റുകൾ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഹിസ്ബുള്ള ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിന്റെ ഗ്രൗണ്ട് ഓപ്പറേഷൻസ് ലെബനാന്റെ ഉള്ളിൽ എത്രയും വേഗം മുന്നോട്ട് പോകുന്നോ അത്രത്തോളം ഇസ്രായേലിലേക്ക് വരുന്ന ഹിസ്ബുള്ളയുടെ മിസൈലുകളുടെ എണ്ണത്തിൽ കുറവ് രേഖപ്പെടുത്തും. അപ്പോൾ ഇത് രണ്ടും കൂടി പാരലൽ ആയിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷെ അതേസമയം ഹെസ്ബുള്ള ഇപ്പോഴും
ഈ ഒളിത്താവളങ്ങളിൽ നിന്നും റോക്കറ്റുകൾ അയച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഇസ്രായേലിന്റെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ സദൻ ലെബനാനാണ്. പക്ഷേ റോക്കറ്റുകൾ വരുന്നത് ശരിക്കും ബെക്ക വാലിയിൽ നിന്ന് വരെ റോക്കറ്റ് അവർ അയക്കുന്നുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ലെബനാൻ പൂർണ്ണമായിട്ടും ഹെസ്ബുള്ളയുടെ കീഴിലാണ്. അവർക്ക് ലെബനന്റെ ഉള്ളിൽ എവിടെ നിന്ന് വേണമെങ്കിലും ഇസ്രായേലിലേക്ക് മിസൈൽ അയക്കാനുള്ള ഒരു പെർമിഷൻ ഉണ്ട് എന്നുള്ളതാണ് ഇത് കാട്ടിത്തരുന്നത്. അതുകൊണ്ട് ഇസ്രായേലിന്റെ ഗ്രൗണ്ട് ഓപ്പറേഷൻ സദൻ ലെബനാനോട് കൂടി നിർത്താൻ പറ്റുമോ? ഇല്ലാന്നുണ്ടെങ്കിൽ സദൻ ലെബനാൻ അപ്പുറത്തേക്ക് ലിറ്റാനി റിവറിന്റെ അപ്പുറത്തേക്കും കൂടി ഗ്രൗണ്ട് ഫോഴ്സിനെ ഇറക്കേണ്ടി വരുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം. ചൈന അവരുടെ അറ്റ്ലസ് എന്ന് വിളിക്കുന്ന പുതിയ സ്വാം ഡ്രോൺ സിസ്റ്റം അത് പരീക്ഷണം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ കൂടി അവർ പുറത്തിറക്കിയിട്ടുണ്ട്. ഇത് സ്വാം 2 എന്ന കാറ്റഗറിയിൽ വരുന്ന സിസ്റ്റമാണ് അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇതിനൊരു സെൻട്രൽ കമാൻഡ് യൂണിറ്റ് വരെ ഉണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇതിനകത്ത് നിങ്ങൾ നോക്കൂ എത്ര പോക്കറ്റുകളാണ് ഇതിനുള്ളത്. ഇത്രയും പോക്കറ്റുകളുള്ള എത്ര വാഹനങ്ങൾ വേണമെങ്കിലും ഇതിനകത്ത് കോർത്തിണക്കി സെൻട്രൽ കമാൻഡ് യൂണിറ്റിൽ കണക്ട് ചെയ്ത് ഇതിനെ ഡിപ്ലോയ് ചെയ്യാൻ സാധിക്കും. ഇത് വളരെ നല്ല പരിപാടിയാണ്. ചൈന പലപ്പോഴും വീഡിയോകളിൽ കാണിക്കുന്ന മാതൃകയിലുള്ള ആ ഒരു എഫക്റ്റീവ്നെസ് ഡയറക്റ്റ് ആയിട്ട് ഒരിക്കലും കാണിക്കാറില്ല. കാരണം അവരുടെ പല പരീക്ഷണങ്ങളും വീഡിയോയിൽ ഭയങ്കര എഫക്റ്റീവാണ്. ഇത് റിയൽ ടൈമിൽ എങ്ങനെയാണ് ഇനി പ്രവർത്തിക്കാൻ പോകുന്നത് എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഈ അറ്റ്ലസ് എന്ന് പറഞ്ഞ ഈ ഉപകരണത്തിന്റെ മാർക്കറ്റ് വാല്യൂ. ഇപ്പൊ ചൈന ഇതേപോലെ പല എക്യുപ്മെന്റ്സ് ഒക്കെ ഇറക്കുന്നുണ്ട്. പക്ഷേ ചൈന എന്ന് പറയുമ്പോഴത്തേക്കും ഡിഫൻസ് മേഖലയിൽ അതിന്റെ ക്രെഡിബിലിറ്റി എപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സംഭവം തന്നെയാണ്. അത് നമുക്ക് ഡിനൈ ചെയ്യാൻ പറ്റത്തില്ല. നെതന്യാഹു എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഇസ്രായേൽ ഇറാനിയൻ റെജീമിനെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തും എന്നുള്ളത് ഒന്നുകൂടി ആവർത്തിച്ച് പറഞ്ഞിരിക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു. അപ്പോൾ എന്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ പോയിന്റ്സ് ആണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.